നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ലോകവശ്യമുള്ള ആളാണ്. അദ്ദേഹം ഒരു ഉപാസകനാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധി ആ വശ്യതയാണ്. ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവിനെ മോക്ഷത്തെ കൊടുത്ത് ഏതാണോ ദേവത അതിന് സമർപ്പിച്ചു, അത് അവനും ഭക്ഷിക്കുന്നു. നിഗൂഢമാണ് കവളമെന്നല്ലേ? അല്ല, തെറ്റിദ്ധാരണയാണ്. എൻ്റെ ശത്രുവിന് നാശം വരുത്തണമെന്നും സംഹരിക്കണമെന്നും ഒക്കെ തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. സാർ, ഇപ്പോൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ സാറ് ഞാനൊരു കൗളമാർഗിയാണ്, കൗളാചാര പൂജകളെല്ലാം ആചരിച്ചു പോകുന്ന ആളാണ് എന്ന് പറഞ്ഞു. അപ്പം ഈ കൗളമാർഗം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഇതെന്തോ ചെയ്യാൻ പാടില്ലാത്ത എന്തോ ആണ്, മന്ത്രവാദം അല്ലെങ്കിൽ അതിനപ്പുറമായിട്ടുള്ള എന്തെങ്കിലും ആണോ, ഇങ്ങനെയൊക്കെയുള്ള മിഥ്യാധാരണകളുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഈ കൗളമാർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആദ്യം ഞാനൊരു മറുപടി തരുന്നത് ഇപ്പോൾ ഉപയോഗിച്ചൊരു വാക്കിൻ്റെ തെറ്റിനാണ്, മന്ത്രവാദം. ഈ മന്ത്രവാദം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? മന്ത്രവാദം പൂജകൾ, കർമ്മങ്ങൾ കുറച്ച് കാഠിന്യം കൂടിയതായിരിക്കും അത് ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ്. ചിലപ്പോൾ എൻ്റെ അറിവ് തെറ്റായിരിക്കാം, ഞാൻ കരുതി വെച്ചിരിക്കുന്ന കാവ്യയുടെ മാത്രം പ്രശ്നമല്ല ഇത്. പൊതുസമൂഹത്തിലെ പൊതുവെ മുഴുവൻ മാധ്യമങ്ങളുടെ ഒരു ഏതെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ മന്ത്രവാദം ചെയ്തു, അവിടെ കുട്ടി ചത്തു, അല്ലെങ്കിൽ കൊന്നു, മന്ത്രവാദം ചെയ്തു. ഇതാണ് മാധ്യമങ്ങളിലൊക്കെ പറയുന്നത്. മന്ത്രവാദം എന്ന് പറയുന്നത് ഗുരുവായൂരമ്പലത്തിലും ശബരിമലയിലും അങ്ങ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും എല്ലായിടവും നടക്കുന്ന മന്ത്രം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണ് മന്ത്രവാദം. മനസ്സിലായോ? സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, ഇതാണ് മന്ത്രവാദം. നിങ്ങൾ ഈ ഭയക്കുന്ന സാധനം ഷഡ്കർമ്മങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ആഭിചാരങ്ങൾ എന്ന് പറയുന്ന മറ്റൊരു വിഷയമാണ്. അപ്പം സ്തംഭനം, മോഹനം, വശീന്ദ്രാവണം ഇങ്ങനെ വരുന്ന കർമ്മങ്ങളുണ്ട്, 5-6. അത്തരം കർമ്മങ്ങളെ വേണമെങ്കിൽ നമുക്ക് ഒരു കൂട്ടർക്ക് പറയാം, പക്ഷെ അതും തെറ്റല്ല. ഷഡ്കർമ്മങ്ങളും തെറ്റല്ല എന്ന് പറയാൻ കാരണം, നമ്മളിപ്പം ഒരു വശ്യം ചെയ്യുന്നു. ആ വശ്യം എന്ന് പറഞ്ഞത് ഇപ്പം രാജ്യവശ്യം, ലോകവശ്യം എന്നൊക്കെ പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ലോകവശ്യമുള്ള ആളാണ്. അദ്ദേഹം ഒരു ഉപാസകനാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധി ആ വശ്യതയാണ്. എവിടെ ചെന്നാലും അവിടെ പിടിച്ചടങ്ങും, ആൾക്കാരെ എല്ലാം സ്വാധീനിക്കും. അങ്ങനെ ഉണ്ടാകുന്ന സിദ്ധി തെറ്റാണോ ശരിയാണോ? തെറ്റല്ല. നിങ്ങളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു. ഇൻ്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് അവിടെ ഇരിക്കുന്നു, അവർക്കെല്ലാം നിങ്ങളെ കാണുമ്പോൾ ഒരു ഗ്രേസ് തോന്നുന്നു. അത്തരത്തിലൊരു വശ്യത ഉണ്ടാക്കുന്നത് തെറ്റാണോ? അല്ല. ആ വശ്യപ്രയോഗം അത്തരത്തിൽ ഫലത്തെ തരുന്നതാണ്. പക്ഷേ കൂടുതലും ആൾക്കാർ സ്ത്രീവശ്യം എന്ന് പറഞ്ഞിട്ടാണ് ആൾക്കാർ അങ്ങനെ അങ്ങ് സ്ത്രീവശ്യ പരിപാടികളും ഒക്കെ ആയിട്ട് ഇച്ചിരി കട്ട് ചെയ്തൊക്കെ അങ്ങനെ ഒന്നും ചെന്നങ്ങ് വശ്യം ചെയ്തു ഒരു സാധനം എടുത്ത് അങ്ങോട്ട് പൊട്ട് തൊട്ടോ എണ്ണ പുരട്ടി ഒന്നും ചെന്ന് ഒന്നും പറഞ്ഞിട്ടൊന്നും വശ്യമൊന്നും നടക്കത്തില്ല. ഇനി ഈ സ്ത്രീയെ വശ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യവുമില്ല. ഉണ്ടോ? ഇല്ല. അതൊന്നും അത്തരം വശ്യങ്ങളല്ല. ഇനി അടുത്തത്, അത്യാവശ്യം നമുക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളെ വീട്ടിലേക്ക് വളരെ വയലൻസോട് കൂടിയിട്ട് ഒരാൾ വന്ന് കയറി, നമുക്ക് നിലനിൽക്കണം. നമ്മൾ നിലനിൽപ്പിന് വേണ്ടി കൊല്ലത്തില്ലേ? ആ നിലനിൽപ്പിന് കൊന്നാലും നമുക്ക് പഴുതുകളില്ലേ? സ്വയരക്ഷയ്ക്ക് എന്ന് പറഞ്ഞതുപോലെ ചില വരുന്ന വിഷയങ്ങളെ നമുക്ക് മാരണങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാം. ശത്രുദോഷം, ശത്രു സംഹാരം. ചിലർ പറയും ശത്രു സംഹാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രതിബന്ധങ്ങളെ തീർക്കുക. അതൊന്നുമല്ല. എപ്പോഴും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനൊരുത്തനോട് ശത്രുത തോന്നിക്കഴിഞ്ഞാൽ മമ ശത്രു നാശയ സംഹാര എന്നൊക്കെ തന്നെ പറയുന്നത്. എൻ്റെ ശത്രുവിന് നാശം വരുത്തണമെന്നും
സംഹരിക്കണമെന്നൊക്കെ തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. പല മന്ത്രപ്രയോഗങ്ങളും പ്രാർത്ഥിക്കാറുണ്ട്. ആ ശത്രു നമ്മുടെ വരുന്ന പ്രതിബന്ധങ്ങളാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ആൾക്കാർ വേറൊരു തലത്തിൽ ആൾക്കാരെ ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട്, അത് ഈ പറഞ്ഞതുപോലെ അതും ഒരു വശ്യതയാണ്. ഞാൻ പറഞ്ഞില്ലയോ, ഇപ്പം അവനവന് വശ്യതയുടെ പല പല മാർഗങ്ങളെ സ്വീകരിച്ച് അത്തരം പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. പറഞ്ഞു വന്നത്, ആ മന്ത്രവാദം എന്നല്ല അതിനെ പറയേണ്ടത്. മന്ത്രവാദം ഒരു മോശം പ്രവൃത്തിയല്ല. മനസ്സിലായോ? ക്ലാസിക്കൽ വൈറ്റ് മാജിക്, ബ്ലാക്ക് മാജിക്. ഈ ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞ് പോകേണ്ടത് ഊടുവിലോട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ഗൂഢമായ കർമ്മങ്ങൾ, അല്ലെങ്കിൽ വളരെ ഭയാനകമായ, അല്ലെങ്കിൽ നമുക്ക് കേൾക്കുമ്പോൾ അയ്യോ എന്നൊക്കെ തോന്നുന്ന തരത്തിലുള്ള കർമ്മങ്ങൾ, അത് വേറെയാണ്. ആദ്യം അതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ സമൂഹത്തിനുണ്ടാകണം. അല്ലാതെ എല്ലാത്തിനും കയറി മന്ത്രവാദം എന്ന വാക്ക് ഉപയോഗിക്കരുത്. ഒന്ന്. രണ്ട്, ചോദിച്ചത് കൗളമാർഗം. ഈ കൗളമാർഗം ആ ശബ്ദം കൊണ്ട്, ഈ ഒരു ശബ്ദം കേൾക്കുമ്പം ഒരു വാക്കിൻ്റെ ആ ശബ്ദത്തിൽ കൂടെ നമുക്ക് കേൾക്കുമ്പോൾ ഏതാണ്ട് ഒരു സംഭവം പോലെ തോന്നും, അല്ലയോ? കൗളമാർഗം, ഗൗളി എന്നൊക്കെ പറയുമ്പോൾ ഉള്ള പോലെ. ഗൗളിക്കല്ല, കൗളം എന്ന് കേൾക്കുമ്പോൾ എന്തോരു ഗൗളി ഉള്ള ആൾക്കാരുണ്ട്. ഗൗളി എന്ന് പറയുമ്പോൾ ഒരു പല്ലിയത് എന്ന് പറയുന്നതും ഗൗളി എന്ന് പറയുന്നത് രണ്ടും രണ്ടാ. ശബ്ദത്തിന്റെ പ്രത്യേകതയാണ്. നിഗൂഢമാണ് കൗളമെന്നല്ലേ? അല്ല, അത് തെറ്റിദ്ധാരണയാണ്. കുല സംബന്ധമായി ആചരിച്ചു പോകുന്ന പദ്ധതികളാണ് കൗളം. കുലങ്ങൾ തലമുറകളായി അങ്ങനെ നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തരുക. എഴുതി പഠിക്കത്തില്ല, അതിന് ഗ്രന്ഥങ്ങളും ഉണ്ടാകത്തില്ല. ഇന്ന കാര്യങ്ങൾ നീ ഇപ്പം എൻ്റെ ഒരു കാരണവരായിട്ടുള്ള, സാധാരണ കൗളമാർഗത്തിലെ ഏറ്റവും കൂടുതൽ മരുമക്കത്തായങ്ങളായിരുന്നു നിലനിന്നിരുന്നത് കേരളത്തിൽ. അപ്പം എൻ്റെ കാരണവന്മാരായിട്ടുള്ള വലിയ അമ്മാവന്മാരായിട്ടുള്ള ആൾക്കാർ, അവർ നമുക്ക് പറഞ്ഞു തരും, ഇന്ന ദിവസം ഇന്ന വിശേഷത്തിന് ഇന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം, അതിങ്ങനെയൊക്കെയാണ്, അതിന് ഇന്ന ദ്രവ്യങ്ങൾ ഉപയോഗിക്കണം, അതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇത് കാണിച്ച് തന്ന്, പിന്നെ പറഞ്ഞ് തന്ന്, പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് ഇനി അടുത്ത തലമുറയിലേക്ക് ഇങ്ങനെ പോവാണ്. ഇതിന് വലിയ വ്യവസ്ഥകളൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ മറ്റു പൂജാവിധികളിൽ കാണുന്ന പോലുള്ള വലിയ സന്നാഹ സംവിധാനങ്ങളൊന്നുമില്ല കൗളമാർഗങ്ങൾ. കൗളമാർഗം വളരെ സിമ്പിളായിട്ടുള്ള സാധനവുമാണ്. അവിടെ നിങ്ങളിപ്പോൾ ബലി പോലുള്ള കാര്യങ്ങളെയാണ് ഒരു പക്ഷേ ഭയത്തോടെ കാണുന്നത്. പക്ഷിബലി, മൃഗബലി, കേട്ടുകേഴ്വികളിൽ നരബലിയും ഗജബലിയും കേട്ടിട്ടുണ്ടാകാം. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഏറ്റവും അവസാനത്തെ നരബലി നടന്നത് മാടായിക്കാവിലാണെന്ന് വരെ നമുക്കറിയാം. അവിടെ ഇപ്പോഴും പക്ഷിബലിയുണ്ട്. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ. അപ്പം ഒരു ബലി എന്ന് പറയുന്നത് എല്ലാ ഭൂപ്രദേശം, ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മതങ്ങളിലും ഈ ബലിയുണ്ട്. എല്ലായിടത്തും ഉണ്ട് ബലി. അവനവൻ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന വസ്തുവിനെ മോക്ഷത്തെ കൊടുത്ത് അല്ലെങ്കിൽ അവൻ്റെ ഏതാണോ ദേവത അതിന് സമർപ്പിച്ചു, അത് അവനും ഭക്ഷിക്കുന്നു. ഇപ്പോൾ അത് തന്നെയല്ലേ സർ, ഇപ്പോൾ നമ്മളിപ്പം നോൺ വെജും ഇതുപോലെ പക്ഷിബലിയൊക്കെ കൊടുക്കാത്ത ക്ഷേത്രങ്ങളിൽ ഗുരുതി സമയത്ത് കുമ്പളങ്ങയിൽ ഗുരുതി മിക്സ് ചെയ്തിട്ട്, അതും ആ ഒരു സങ്കല്പമല്ലേ ഉദ്ദേശിക്കുന്നത്? സിംബോളിക്കായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് പ്രതീകാത്മകമായി ചെയ്യുകയാണ് അതൊക്കെ. അതിപ്പം നിങ്ങൾ ഈ പറയുന്ന ബലികളെ ഈ കൗളമാർഗത്തിനകത്ത് ഏറ്റവും കൂടുതൽ കാളി തലത്തിലും ശൈവ ശാക്തേയ തലങ്ങളിലാണ് കൗളമാർഗം പോകുന്നത്. ഇനിയും നാഗങ്ങളുടെ എടുക്കുക, 100 പാലും നാഗങ്ങൾക്ക് നടത്തുന്ന കണ്ടിട്ടുണ്ടാകാം, അല്ലേ? സർപ്പബലി നടത്തുന്നത് കണ്ടിട്ടുണ്ടാകാം. ഇവിടെ എല്ലാം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പന്തം, ഇല്ലയോ? പന്തത്തിലാണ് സങ്കല്പങ്ങളെല്ലാം. അപ്പം ഒരു കാലഘട്ടത്തിൽ അഹിംസാ സ്വാധീനങ്ങൾ, ബുദ്ധമത സ്വാധീനങ്ങൾ
പിന്നെ ചില ആചാര്യന്മാർ ഉണ്ടാക്കിയ പരിവർത്തനങ്ങൾ, ശങ്കരൻ മുതൽ തുടങ്ങിയ പരിവർത്തനങ്ങൾ, അത് പലതും അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടെടുത്തത്, ഇവിടെ നിന്ന് അങ്ങോട്ടെടുത്തത്, കാലഘട്ടത്തിന് അനുസൃതമായി അങ്ങനെ ചെയ്ത ചില കർമ്മങ്ങളുടെ ഭാഗമാണ്. ഒരു പക്ഷേ 100 പാലും പോലും പ്രതീകാത്മകമായി ചെയ്യുന്നതാണ്. അതിൽ മഞ്ഞ കളറിൽ ആന്ന് വെച്ചാൽ ഇത് കുറച്ചുകൂടെ സ്വാത്വിക തലത്തിലേക്ക് ആക്കിയതുകൊണ്ടാണ് ആ മഞ്ഞ കളർ. മറ്റേത് കാളിയൊക്കെ ആകുമ്പോൾ ഈ പറഞ്ഞ പോലെ മഞ്ഞളും ചുണ്ണാമ്പ് കലക്കുന്നതും ഈ കുമ്പളങ്ങ കട്ട് ചെയ്യുന്നതും മാംസമാണ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ചെയ്യില്ല. നമ്മൾ മാംസമാണെന്നും പറഞ്ഞ് പറ്റിക്കത്തില്ല. നമ്മൾ മാംസം തന്നെ കൊടുക്കും, മാംസത്തിന് മാംസം തന്നെ കൊടുക്കും. കാരണം നമ്മളിലുള്ളത് യോദ്ധാവാണ്, ക്ഷാത്രവീര്യമാണ് നമുക്കുള്ളത്. അപ്പം നമുക്കത് ചെയ്യാം. ഇനിയും ഈ കുമ്പളങ്ങയൊക്കെ കട്ട് ചെയ്ത് നിൽക്കുന്നവന് അവന് എന്തുമായി കട്ട് ചെയ്തതെന്നോ എന്തുമായി കാണിക്കുന്ന ആ മനസ്സിൻ്റെ ആ ഒരു ഭാവനയ്ക്കനുസൃതമായിട്ടാണ് ആ കർമ്മത്തിൻ്റെ പുഷ്ടി. ആ ഭാവന അവൻ അങ്ങനെ വരുന്നില്ല എന്ന് വെച്ചോളൂ, പിന്നെ ആ കർമ്മം കൊണ്ട് എന്തോ ഫലം? ഇപ്പം നമ്മളിപ്പോൾ സാധാരണ ഈ കർമ്മങ്ങളൊക്കെ നടക്കുന്നത്, കൗളമാർഗ കർമ്മങ്ങളൊക്കെ നടക്കുന്നത് അവരവരുടെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് ചെയ്യുന്നത്. അതിനെയാണല്ലോ അത്തരത്തിലുള്ള കർമ്മങ്ങളായിട്ട് കാണുന്നത്. പുറത്തുനിന്ന് നമ്മൾ ഇപ്പോഴത്തെ സാമൂഹ്യമായ മാറ്റത്തിനനുസൃതമായി പുറത്തുനിന്ന് വന്ന ഒരാൾ നമ്മൾ അനുഷ്ഠിച്ചിരുന്ന കർമ്മങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ അന്യപൂജിതമാകുക എന്ന് പറയുന്ന ദോഷത്തെ വരെ കാണാം. അതിനെ അങ്ങനെ കാണാം. ജ്യോതിഷത്തിലൊക്കെ പറയാറുണ്ട് അന്യപൂജിതമായി പ്രശ്നമൊക്കെ വരുമ്പം. അപ്പോൾ അവിടെ അവരുടെ മനസ്സ്, അവർ എന്താ പറയുന്നത്, ഫലയിച്ചോടുകൂടി ചെയ്യുന്നൊരു കർമ്മം അവർ വന്നിട്ട് അങ്ങനെ വാരിയിട്ടിട്ട് പോകുന്നു. വേണം ഇച്ചിരി കല്ലിപ്പൊടി, അതിന് പോലും ഒരു ഇതില്ല, മനസ്സിലായി. പക്ഷേ മറിച്ച് ഒരു കൗളമാർഗി അല്ലെങ്കിൽ അതിന് വിധിക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരാൾ അവൻ ചെയ്യുന്ന കർമ്മം അവൻ്റെ മനസ്സിൽ അതാണ്. പൂർണ്ണമായിട്ടും അവൻ്റെ ദേവതയ്ക്ക് അവൻ സമർപ്പിക്കുകയാണത്. ആ മനസ്സിൻ്റെ സമർപ്പണം തന്നെയാണ്. അത്തരം ആചാരങ്ങളും അത്തരം പദ്ധതികളും അങ്ങനെ ഫോളോ ചെയ്തു പോകുന്നവരാണ് കൗളമാർഗികൾ. പ്രോപ്പറായ രീതിയിൽ അവരിതൊന്നും ഒരു കാരണവശാലും കച്ചവടത്തിന് ഉപയോഗിക്കാറില്ല. അവരവരുടെ വീട്ടിൽ ചെയ്യുന്നു കർമ്മം. അവർക്കാരെങ്കിലും ദക്ഷിണ കൊടുക്കുമോ? ഇല്ല. അപ്പൊ ഫലയിച്ചില്ലാതെ ചെയ്യുന്ന കർമ്മത്തിന് എപ്പോഴും പ്രാധാന്യം. ഇപ്പൊ നമ്മൾ കാശിയിൽ ചെന്നാൽ കാശിയിലെ വിശ്വനാഥനെ നമുക്ക് നേരിട്ട് പൂവിട്ട് അർപ്പിക്കാം. ഇയാൾക്കും അർപ്പിക്കാം, എനിക്കും അർപ്പിക്കാം. കാശി വിശ്വനാഥൻ ഭയങ്കര പവർഫുള്ളാണ്. കാരണം എന്താ? ജാതി മത ഭേദമന്യേ എല്ലാവർക്കും എല്ലാവരാലും പൂജിക്കപ്പെടുന്ന ദേവനാണ്. അതിനൊരു പ്രത്യേക പവറായിരിക്കും. ആർക്കും ഒരു മറ്റേ നമ്മൾ ചെന്നിട്ട് ഒരു പണ്ടിട്ടൊക്കെ കൊടുത്തു അങ്ങനെയൊന്നുള്ള പരിപാടിയല്ലല്ലോ. നമുക്ക് തൊട്ടുതൊഴാം, പൂവിടാം, എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞാൽ ഫലയിച്ചില്ലാതെ ചെയ്യുന്നതാണ് കൗളമാർഗം. അങ്ങനെ ചെയ്യണം. ഒളിച്ചോട്ടങ്ങളുടെ ഭാഗമായിട്ട് ചില ആൾക്കാർ അത് മറ്റു ചിലരെ ഏൽപ്പിച്ചിട്ട് അവരാ അങ്ങ് മാറുകയാണ് അതിൽ നിന്ന് പിന്നീട് ദോഷങ്ങളായിട്ട് ഭവിക്കുന്നു. പിന്നൊരു കാലഘട്ടത്തിൽ അത് ദോഷങ്ങളായിട്ട് ഭവിക്കുന്നു. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം തിരിച്ചു വന്നു, ഇങ്ങനെയായി. ഇനി ഒരു കാലഘട്ടത്തിൽ മറിച്ച് ഇതെല്ലാം പഴയ രീതിയിലേക്കും പോകും, സംശയം വേണ്ട. താങ്ക് യു. നമസ്തേ. നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.